അങ്ങനെ കാത്തിരുന്ന് നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞു. കൊട്ടും കുരവുകളുമായി കാഹളധ്വനികളും ഉണർത്തിക്കൊണ്ട് അവസാന ദിവസവും വോട്ടെടുപ്പും ഇലക്ഷനും കഴിഞ്ഞു. ഇനിയുള്ളത് ഒരു നീണ്ട കാത്തിരിപ്പ് റിസൾട്ടിനു വേണ്ടി. എല്ലാ തവണയും പോലെ ഈ തവണയും നിങ്ങൾ ഒരു കാര്യം പറയരുത്. എന്താണെന്ന് വെച്ചാൽ, വലതുവശം ജയിച്ചാൽ ഇടതുവശം അത് കൂട്ടുകൃഷിയാണ്, അല്ലെങ്കിൽ വേറെ പാർട്ടി, ഓപ്പണായിട്ട് പറഞ്ഞാൽ BJP സഹായിച്ചതുകൊണ്ടാണ് വലതുവശം ജയിച്ചതെന്ന് ഇടതുവശം. അതുപോലെ ഇടതുവശം ജയിച്ചാൽ കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു ന്യായമായിരിക്കും BJP ഇടതുപക്ഷത്തിനെ സഹായിച്ചു എന്നുള്ളത്. ഇത് വെറും ജൽപ്പനമാണ് പ്രിയപ്പെട്ടവരെ. ഈ തവണ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് പറയുന്നു, തോറ്റാൽ അത് നിങ്ങളുടെ തോൽവിയായി അംഗീകരിച്ച് ഒരിക്കലും ഒരു കൂട്ടുകൃഷിയെ നിങ്ങൾ കുറ്റം പറയരുത്. തോറ്റാൽ അത് നിങ്ങളുടെ തോൽവിയാണെന്ന് അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ സ്വയം പിന്മാറുക. നിങ്ങളുടെ അടുത്ത ചാൻസിനായി കാത്തിരിക്കുക. ഇനി ഇത് നിങ്ങൾ പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ ഞാനടക്കമുള്ള കേരളത്തിലെ ജനങ്ങൾ നിങ്ങളോട് പറയുന്നു, അടുത്ത ഇലക്ഷനിൽ ഞങ്ങൾ, കേരളത്തിലെ മക്കൾ, കേരളത്തിലെ ജനങ്ങൾ BJPയെ ജയിപ്പിച്ചു വിടും, ഒന്നടങ്കം ഫുൾ സീറ്റിൽ. വരട്ടെ BJPയും. നമുക്ക് കാണാലോ അവർ 5 കൊല്ലം എന്താണ് ഈ കേരളത്തിൽ ചെയ്യാൻ പോകുന്നതെന്ന്. ഈ കേരളത്തിൻ്റെ നന്മയാണ് BJP ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നല്ലതിന് വരട്ടെ. ഒരു കാര്യം നിങ്ങൾക്കറിയാലോ, നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ആനുകാലികമായി നോക്കിക്കാണുകയും ആനുകാലികമായി സംസാരിക്കുകയും ആനുകാലികമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണെന്ന്. അതുകൊണ്ട് BJP നല്ല ഭരണം കാഴ്ചവെച്ചില്ലെങ്കിൽ നമുക്കവരെ താഴെ വലിച്ചിടാം. എന്നിട്ട് നിങ്ങളിലൊരാളെ ഞങ്ങൾ ഉയർത്തിത്തരാം. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഇടതുവശമോ വലതുവശമോ ആരും തോറ്റാലും വേറൊരു പാർട്ടിയെ കുറ്റം പറയാതെ മിണ്ടാതെ പിൻവലിഞ്ഞു പോകുക. നിങ്ങളുടെ തോൽവി നിങ്ങളുടെ തോൽവിയാണ്. നിങ്ങളുടെ സ്വന്തം സന്തോഷ് ആലപ്പാട്.